പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാറിട്ട് പ്രവേശനം അനുവദിക്കാത്തതിനെതിരെ ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ. സ്ത്രീകൾ ചുരിദാറിന് മുകളിൽ മുണ്ടുടുക്കണമെന്ന ആചാരം അന്ധവിശ്വാസമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ വലിയ ക്ഷേത്രങ്ങളെ ഇക്കാര്യത്തിൽ മാതൃകയാക്കണം. ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിക്കണം. പ്രത്യേക സമയത്ത് സ്ത്രീകൾക്ക് മാത്രമായി ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്നും സ്വാമി സച്ചിദാനന്ദ Q18 അഭിമുഖത്തിൽ പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം, ഈ പുറത്തുനിന്ന് ഉത്തരേന്ത്യക്കാരും വിദേശികളൊക്കെ വരുന്നൊരു സ്ഥലത്ത് സ്ത്രീകൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാൽശരായി പാടില്ല, ഒരു ഒറ്റമുണ്ട് ധരിക്കണം എന്നുള്ള ആ ഒരു പഴയ ആചാരമുണ്ടോ അല്ലോ? ഈ ഷർട്ടിനൊപ്പം ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആചാരങ്ങൾ ഇതിനൊപ്പം മാറണ്ടേ? തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും ഒരു സംഘം ആളുകളുമായിട്ടൊരു ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെതായിട്ട് പറയപ്പെടാവുന്ന ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീജനങ്ങൾ ചുരിദാർ ധരിച്ചിരുന്നു. അപ്പോൾ ആ ചുരിദാർ കൊണ്ട് അവിടെ കയറാൻ പാടില്ല എന്ന് വിലക്കുകയുണ്ടായി. എനിക്ക് വാസ്തവത്തിൽ അത് വലിയൊരു വിഷമം തോന്നി. ഇപ്പോൾ ആ വിലക്കുകൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ആചാരം ഇപ്പോഴുമുണ്ട്. ഈ ചുരിദാർ ധരിച്ചിട്ട് പോകാൻ കഴിയില്ല എന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഒന്നായിട്ട് വരുന്നു. അപ്പോൾ ഈ ഷർട്ടിനൊപ്പം ഇത് പറയാൻ ആരുമില്ല, അതുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കണമല്ലോ, അതും മാറണം എന്നുള്ള അഭിപ്രായം. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തത് കൊണ്ടോ, ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ടോ, അതിൻ്റെ അടിയിൽ പാൻറ്റിട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട്, ഉടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും ഒക്കെ പ്രശസ്തി നേടിയതാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അതുപോലെ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹത്തെ സ്പർശിച്ച് അവിടെ അഭിഷേക നിവേദ്യാദികൾ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയൊന്നും ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവും സംഭവിച്ചതായിട്ട് അഭിപ്രായമില്ല. ആധ്യാത്മികമായിട്ട് കാണുന്നതിനൊപ്പം തന്നെ ഗുരുവിൻ്റെ ഒരു പാത എന്ന് പറയുന്നത് ആ സമയത്തുള്ള എല്ലാ അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു കാര്യം കൂടിയായിരുന്നല്ലോ. ശിവഗിരി മഠവും അതുപോലെ പ്രോആക്റ്റീവായിട്ട് നിലപാടുകൾ എടുക്കണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായപ്പോൾ പക്ഷെ മഠം അതിൽ നിന്നൊക്കെ മാറി നിൽക്കായിരുന്നു, വലിയ പ്രതികരണങ്ങളൊന്നും. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശിവഗിരി മഠം അനുകൂലമായിരുന്നു. ഗുരു പരമ്പരയിൽപ്പെട്ട ഗുരു നിത്യചൈതന്യതി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് മുൻപ് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഞാനും അഭിപ്രായം തന്നെ വെച്ചു പുലർത്തി. പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രചരണ വേലയ്ക്കൊന്നും ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചില്ല. എനിക്ക് എപ്പോഴും ഉള്ളത് ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അത് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ഒരു പ്രത്യേക കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുക, ആ സമയത്ത് പുരുഷന്മാർ അങ്ങോട്ട് പോകണ്ട. അത് കഴിഞ്ഞാൽ പിന്നീട് പുരുഷന്മാർ പോകട്ടെ. അവിടെ സ്ത്രീകൾ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് കുറവ് സംഭവിക്കുമെന്നൊക്കെ ഉള്ളത് കേവലമായൊരു വിശ്വാസം മാത്രമാണ്. കാരണം എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ദർശനം ചെയ്യുന്നു. ഇനി ശബരിമലയിൽ തന്നെ എത്രയോ ചെറുപ്പക്കാരായ സ്ത്രീകൾ പോയിട്ടുണ്ട്. കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോകുന്നവരെല്ലാം ഒരു നിശ്ചിതമായ പ്രായത്തിനപ്പുറത്തുള്ളവരാ പോകുന്നതെന്നൊക്കെ അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാരായ ആളുകളും ധാരാളം അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്.